ഇന്ന് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഒരു ബീച്ച് സൈഡിൽ കണ്ടെത്തിയ ഒരു അലോവേരയുടെ ഒരു തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ആക്ച്വലി ആരും നട്ടു വളർത്തിയതല്ല. ഇത് ഇവിടെ തന്നെ കിളുത്ത് വന്നിരിക്കുന്ന ഒരു അലോവേരയാണ്. പക്ഷേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ബീച്ചിൽ അലോവേര പിടിച്ച് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ബാക്കിൽ സൈഡിൽ നിൽക്കുന്ന ഈ അലോവേര കാണാം. അങ്ങ് അപ്പുറത്ത് കാണുന്നത് ബീച്ചാണ്. ബീച്ചിനോട് വളരെ ചേർന്നാണിത് ഒരു വലിയ അലോവേര തോട്ടം. ഈ അലോവേരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലോവേരയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേര കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ. നമ്മുടെ ഫേസ് പാക്കിന് യൂസ് ചെയ്യാം. പിന്നെ അലോവേര ജെല്ല് നല്ല ഒരു സാധനമാണ് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട്. നമ്മൾ ഈ വലിയ യാത്രകളൊക്കെ പോകുമ്പം ഈ അലോവേര ജ്യൂസ് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അലോവേര ജ്യൂസ് കുടിക്കുമ്പോൾ ദാഹവും മാറും, എന്നാൽ വിശപ്പ് നന്നായിട്ട് ശമിക്കും. അപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയയ്ക്ക് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഇത് മുഴുവനും അലോവേരയാണ്. ഇത് തന്നെത്താൻ ഇവിടെ പിടിച്ചിരിക്കുന്നതാണ്, അല്ലാതെ ആരും ഇത് പിടിപ്പിച്ചതല്ല. പൊട്ടിക്കെളുത്ത് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് അലോവേരയാണ്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു എവർഗ്രീൻ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇത് നമുക്ക് സ്കിന്നിൽ നമുക്ക് ഡയറക്റ്റ് പുരട്ടാം, അതേപോലെ നമുക്ക് കഴിക്കാം, ജ്യൂസായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാം. എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. ഏകദേശം 400 വെറൈറ്റിയിൽ കൂടുതൽ അലോവേര പ്ലാന്റ്സുകളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. എൻ്റെ യാത്രയിൽ തന്നെ എനിക്കൊരു നല്ല കളക്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 9 ഡിഫറെൻറ്റ് വെറൈറ്റി അലോവേര എൻ്റെ കയ്യിൽ തന്നെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പിടിപ്പിച്ചിരിക്കുന്നതാണിത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഈ അലോവേര പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വെളുത്തതെല്ലാം തന്നെയും ഓരോ യാത്രകളിൽ എനിക്ക് ഓരോ കടൽ തീരങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ കൊച്ചു ഷെല്ലുകളും മറ്റുമാണ്. ഇത് സ്കിന്നിന് വളരെ നല്ലതാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ മുഖത്ത് പുരട്ടുന്നതും അല്ലെങ്കിൽ കൈകാലുകളിലൊക്കെ പുരട്ടുന്ന സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും സ്കിന്നിന് നല്ല ഒരു മെഡിസിനാണ് ശരിക്കും ഈ അലോവേര പ്ലാന്റിൻ്റെ ജെല്ല്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ ഈ ചില യാത്രകളൊക്കെ പോകുമ്പം മെയിനായിട്ട് നമുക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഈ അലോവേര. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ഓരോ വീടിൻ്റെയും എൻട്രൻസിൽ ഒരു അലോവേര കാണും. അത് ഈ ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ തടയുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതിനാൽ തമിഴ്നാട്ടിൽ ഈ അലോവേര എന്ന് പറയുന്ന ചെടി വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് അലോവേര ലീഫ് ഞങ്ങൾ കളക്ട് ചെയ്യുകയാണ് നാളത്തെ ഒരു യാത്രയ്ക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്രയും മതിയോ? മതി. നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന കറ്റാർ വാഴ ഇങ്ങനെ വെള്ളത്തിൽ ചാരി വെക്കണം. കാര്യം എന്തിനാണ് ഇങ്ങനെ ചാരി വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറ്റാർ വാഴയുടെ ഇലയ്ക്കകത്തൊരു മഞ്ഞ ദ്രാവകമുണ്ട്. ആ ദ്രാവകം മുഴുവനായും തന്നെ പോകണം. അപ്പം നമ്മൾ വെറുതെ മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വശം പെട്ടെന്ന് ഉണങ്ങുകയും പിന്നെ ഈ ദ്രാവകം പോവുകയില്ല. അപ്പം വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് പൊക്കോളും വെള്ളത്തിലോട്ട്. അപ്പോൾ നമ്മൾ മുറിച്ച സാധനം ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെക്കണം കേട്ടോ. വെള്ളം തന്നെ മൊത്തം നല്ല മഞ്ഞ കളറായി മാറിയിട്ടുണ്ട്. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒരു വിധം പോകും. ഇതിന് ശേഷമാണ് നമ്മളിത് വൃത്തിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ 2 സൈഡ് നമ്മൾ പിച്ചാത്തി വെച്ച് പതുക്കെ ചെത്തിക്കളയുക.
ഇതിനകത്ത് ഇരിക്കുന്ന ഇത് മുഴുവനും നല്ല ഫ്ലഷാണ്. ഇത് മുഴുവനും നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കറക്റ്റായിട്ട് റിമൂവ് ചെയ്യണം. ഇതൊരു നല്ല എനർജി ഡ്രിങ്ക് എന്നുള്ളത് തന്നെയല്ല, ഇതൊരു നല്ല നാച്ചുറലായിട്ട് ഉള്ള സാധനമാണ്. കാര്യം നമുക്കിതിനകത്ത് ഈ പറയുന്ന പോലെ കീടനാശിനി അതുപോലുള്ള ഒരു കാര്യങ്ങളും തളിച്ചിട്ട് വളർത്തേണ്ട ഒരു സാധനമല്ല ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടീസ്പൂൺ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ജെല്ല് ഈ കറ്റാർ വാഴയിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഈ 2 കറ്റാർ വാഴയിൽ നിന്നും കിട്ടുന്ന ഈ ജെല്ല് മതി നമുക്കൊരു 5-6 പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. ഈ ജെല്ല് എടുത്തതിന് ശേഷം ഈ തൊലിയിൽ തന്നെ ജെല്ല് ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ മുഖത്ത് തേച്ച് പിടിക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇപ്പം നമ്മൾ എടുത്ത ജെല്ല് ഏകദേശം 2 ഇലയിൽ നിന്ന് ഏകദേശം ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട്. നല്ല എന്തോ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ജെല്ലാണ് ഈ അലോവേരയുടേത്. ഇതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ഫ്ലേവറാണോ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനിയും ജ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇഞ്ചി, തേന്, നാരങ്ങ, പിന്നെ ഒരിച്ചിരി പുതിനയില. അപ്പം ഇത് നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. ഇത് സാധാരണ നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ തേനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പഞ്ചസാര ആരോഗ്യത്തിന് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് തേൻ ഉപയോഗിക്കാം. അത് തേനും അലോവേരയും കൂടെ ചേർന്നാൽ അത് വളരെ നല്ലൊരു ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ നാരങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൻ്റെ കുരു ഇട്ടടിക്കരുത്. ഒരു ചെറിയ കവർപ്പിൻ്റെ ചുവയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ കുരു പതുക്കെ നീക്കം ചെയ്യണം. നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ചേർത്ത് വേണം നമുക്കിത് ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും ഇതൊരു ജെല്ലാവുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരു ജ്യൂസ് പിഴിഞ്ഞടിക്കുന്ന പോലെയല്ല. കാര്യം ഇതൊരു ജെൽ കണ്ടൻറ്റാണ്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും നല്ല ഒന്നാം തരം അലോവേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അലോവേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം അലോവേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതണം. കാര്യം ഞങ്ങൾ ഇനി അടുത്ത കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ എത്തുന്നതാണ്. ബൈ.